ഒരു നിമിഷം വീണ്ടും കൈകൾ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ഈ എവിടെയാണ് നീ നിൽക്കുന്നത്, അഥവാ നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്, നീ നിർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുമ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് വേണം. ഇപ്പം സ്വർഗീയ രാജനീശോ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട്, നിൻ്റെ കുടുംബത്തോടും, നീ ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ ജീവിതത്തോടും നീ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ബോധത്തിൽ സ്വകാര്യ പ്രാർത്ഥനയാക്കിയ പാട്ടിനെ മാറ്റിക്കൊണ്ട് പാട്ടിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതികടെ സാമ്പത്തിക ബാധ്യതകളും കടങ്ങൾ പരിഹരിക്കാൻ മാർഗമില്ലാത്തവരും ഇനി മുന്നോട്ട് ചലിക്കുവാൻ ആവശ്യമായ സമ്പത്തില്ലാത്തവരും ഈ കാലവർഷത്തിലെ വീട് നഷ്ടപ്പെട്ടവര് ഉരുൾപൊട്ടലിലൂടെ സമുദ്രപ്പാച്ചിലൂടെ പാർപ്പിടം നഷ്ടപ്പെട്ടവര് അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താല് വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ നിന്ന് വീട് വിട്ട് അനാഥരെ പോലെ അന്യാധീനപ്പെട്ട് അഭയം പ്രാപിച്ചവരുടെ മേൽ കരുണ ചൊരിയണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ അവരോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ധ്യാനമാണ്. കണ്ണീരിൻ്റെ കാലത്ത് ഒത്തിരിയേറെ മക്കള് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ തകർച്ചയിലെ തളർച്ചയിലെ ഒക്കെ താങ്ങണമേ എന്ന് കർത്താവിനോട്
കണ്ണീരോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് ഇപ്പോഴ് അമ്മയുടെ മധ്യസ്ഥത്തിൽ ആരാധ്യനായ ഈശോയോട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഇനിയും അങ്ങയുടെ കാരുണ്യം ലഭിക്കേണ്ട മേഖലകൾ, രോഗസൗഖ്യത്തിന്റെ മേഖലകൾ, പഠന മുന്നേറ്റത്തിന്റെ മേഖലകൾ, ഒരു സ്ഥിരതയുടെ മേഖലകൾ, പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകൾ, പരീക്ഷാ വിജയത്തിന്റെ മേഖലകള്, വ്യവഹാരങ്ങള്, അതിന്റെ വിജയങ്ങള്, നീതി നടത്തിപ്പ്, ജീവനോപാധികള്, ജീവിത മാർഗങ്ങള്, വ്യവസായ മാർഗങ്ങള്, വ്യാപാര മാർഗങ്ങള്, ജോലി യാത്രകള്, എല്ലാത്തിന്റെ മേലും ആരാധ്യനെ അങ്ങയുടെ തിരുമുറിവാർന്ന ആശീർവദിക്കണം. ജീവിത മേഖലകളെ സമർപ്പിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തകർച്ചകളെ, വിവാഹം ഒത്തുവരാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ വ്യവഹാരങ്ങൾ കഴിയുന്നവര്, കുടുംബ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവര്, കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവര്, ആ കുടുംബങ്ങളോടെല്ലാം, ആ വിവാഹ്യ ബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര്, ആ മേഖലകളിലെല്ലാം കർത്താവിന്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്വരത്തിൽ പാടുക. കാരുണ്യ സാഗരമേ, പരീക്ഷ എഴുതിയവര്, എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവര്, കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതാൻ പോകുന്നവര്, അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, റിസൾട്ട് വന്നിട്ട് റിവാലുവേഷൻ വിട്ടിരിക്കുന്നവര്, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ, അക്കാഡമിക് പരീക്ഷകളെല്ലാം ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, മരവിച്ചു പോയ പോലെ അവസ്ഥകൾ, ഇനി പഠിക്കാൻ പണമില്ലാത്തവരെ, ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവരെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. സാഗരമേ, സ്വർഗീയ രാജനീശോ, ഒരുമിച്ച് പാടുക, സ്വരത്തിൽ പാടുക. നിൻ മുൻപിൽ വന്നിതാ കാരുണ്യ സാഗരമേ, അടിക്കടിക്കുള്ള പരാജയം കാരണം വിശ്വാസ തകർച്ച വന്നവര്, പ്രാർത്ഥന മരവിപ്പ് വന്നവര്, പ്രത്യാശ അറ്റുപോയവര്, ഉറ്റവരും മരിച്ചത് കൊണ്ട്
ഉടയവർ കൈവിട്ടു പോയത് കൊണ്ട്, ഉടയവർ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവർ വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡനം അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യമുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ, പലതരത്തിലുള്ള വ്യാമോഹങ്ങളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാഗരമേ, കാരുണ്യ സാഗരമേ, ഒരു നിമിഷം നിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെപ്പോൾ ആരാധന കൂടിയാലും ആ സമയത്ത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഉടമ്പടി നീ വച്ചിരിക്കുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി നീ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചു. 61-ാമത്തെ സങ്കീർത്തനമാണ് 2-ാമത്തെ വാക്യം. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അതിർത്തി നിൽക്കണം നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഇനി കൈ നീട്ടാൻ ഒരാളില്ല, ഇനി കഴിക്കാനും ഒരു മരുന്നില്ല, ഇനി പോകാൻ ഒരു ആശുപത്രിയില്ല. ഇതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ പറയില്ലേ, ചെല്ലു പറയത്തില്ലേ, അച്ഛാ എനിക്കിനി വയസ്സ് തീർന്ന, ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ല, എൻ്റെ ലാസ്റ്റ്. അതാണ് ഭൂമിയുടെ അതിർത്തി. ഇനി പരീക്ഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. അതാണ് അതിർത്തി എന്ന് പറയുന്നത്, ഭൂമിയുടെ അതിർത്തി. ഇങ്ങനെ എല്ലാ സാധ്യതകൾ, അവസാനത്തെ സാധ്യതകൾ എന്തിനായാലും, ചില പറയും ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിന് നല്ല വിലയാണ്, അത് വാങ്ങിച്ച് അത് ഏറ്റാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ഭൂമിയുടെ മുകളിൽ മരുന്ന്. അതാണ് ഭൂമിയുടെ അതിർത്തി, ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ട ആ ഒരു വ്യക്തിയായിരിക്കും, അയാൾ യേശു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഭാഗോടമ്പടി തന്നെ എല്ലാവരും സന്ധിച്ച് സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ ഒരാൾ വട്ടം ചവിട്ടും. അതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കേണ്ടത് ആ തിന്മയുടെ ഒരു ശക്തിയായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ,
അവസാനത്തെ വ്യക്തി, അവസാനത്തെ ശബ്ദം, അവസാനത്തെ സങ്കേതം, അതിന് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവസാന സാധ്യതകൾ പൊളിഞ്ഞു പോകുന്ന എല്ലാ സാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാൻ കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ എല്ലാ എക്സാമും കണ്ടക്ട് ചെയ്തു. അത് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസും ഉണ്ടായിരുന്നു. പ്രാക്ടിക്കലിൻ്റെ സമയത്താണെങ്കിലും എനിക്ക് മുന്നേ വരെ പോയിരുന്നവരോട് ഞങ്ങളുടെ എക്സ്റ്റേണൽസ് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ജപമാലയും ഞാൻ മാതാവിൻ്റെ മൊത്തത്തിൽ സമർപ്പിച്ചിട്ടാണ് അകത്തോട്ട് കയറിയിരുന്നത്. പുള്ളി ചോദിച്ച 2-3 ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും പുള്ളി എന്നോട് അത്ര റൂഡായിട്ട് പെരുമാറില്ല. ഭയങ്കര സോഫ്റ്റായിട്ടാണ് പുള്ളി എന്നോട് സംസാരിച്ചത്. ബാക്കിയുള്ള പിള്ളേരോടൊക്കെ ഭയങ്കര ഹാഷായിട്ടും അവരോട് വഴക്ക് പറഞ്ഞ് കരഞ്ഞിറങ്ങിക്കൊണ്ട് വരുന്ന അവസ്ഥയായിരുന്നു പിള്ളേരൊക്കെ. പക്ഷെ എന്നോട് അങ്ങനെ ഒന്നും ബിഹേവ് ചെയ്തില്ല. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് രാത്രി തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. അപ്പം എനിക്ക് സൈറ്റ് ജാമായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം റിസൾട്ട് പറയാൻ പറ്റിയില്ല. ഇന്ന് 4 മണി ആയപ്പോഴാണ് ഞാനും നിങ്ങളുടെ റിസൾട്ട് അറിയുന്നതെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ റിസൾട്ട് അച്ഛൻ വായിക്കാൻ തുടങ്ങി. അപ്പം അപ്പോഴാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ പോലും 2-3 വിഷയത്തിന് പോയി. അപ്പോൾ തൊട്ട് ഞങ്ങൾ കരയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ശരിക്കും പേടിയായി. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ മാതാവിനോട്, മാതാവ് എനിക്ക് കറക്റ്റ് പാസ് മാർക്ക് 38 മാർക്ക് മാത്രം മതി എനിക്ക് ജയിക്കാൻ. ആ മാർക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണം. ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിനും 38 മാർക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മാർക്ക് അച്ഛൻ വിളിച്ച് പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ജസ്റ്റ് പാസ്സാവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് നൽകിയത് ഫസ്റ്റ് ക്ലാസ് മാർക്കാണ്. ഇത്രയും നല്ല വിജയം നൽകിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു അലർജിക് പേഴ്സണാണ്. എനിക്ക് കോഴിമുട്ട, പ്രോൺസ്, പിന്നെ അയില അങ്ങനെ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ കൂട്ടിയാൽ തന്നെ ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിക്കൽ, വായ്പുണ്ണ് ഭയങ്കരമായിട്ടുണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ വെഞ്ചിരിച്ച ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ വായിൽ കൊള്ളുമായിരുന്നു. അതിന് ശേഷം എനിക്കിന്നേ വരെ വായ്പുണ്ണുണ്ടായിട്ടില്ല. ഒരു 5ാം ക്ലാസ് മുതലുള്ള എൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് കൂട്ടാം, എനിക്ക് എന്ത് വേണേലും കൂട്ടാം. അതുകൊണ്ട് അലർജി, മൊത്തത്തിലുള്ള അലർജി മാറിക്കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ളൂ മാതാവ് ഈശോപ്പയും. എനിക്ക് ഈ റീസെൻ്റായിട്ട് തന്നെ എനിക്ക് പീരിയഡ്സ് ആവുന്നില്ലായിരുന്നു, കറക്റ്റായിട്ടല്ലായിരുന്നു എനിക്ക് നടന്നുകൊണ്ടിരുന്നത്. കുറേ പ്രാവശ്യമായിട്ട് ഇപ്പം ആദ്യമൊക്കെ കറക്റ്റാണെങ്കിലും പിന്നെ ഡേറ്റ് മാറാൻ തുടങ്ങി. പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് പീരിയഡ്സ് ആവുന്നേ ഇല്ല. അപ്പം ഞാൻ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. അപ്പം 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നാളത്തെ ഞാൻ കൃപാസനത്തിന് വരുക, അതിന് മുന്നേ എൻ്റെ പീരിയഡ്സിൻ്റെ പ്രശ്നം എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു കുഴപ്പമില്ല. ഇന്നലെ ഞാൻ പീരിയഡ്സായി. അങ്ങനെ എൻ്റെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തിരിയിൽ ഞാൻ പല രൂപങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാർട്ടായാലും മാതാവാണെങ്കിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കും. എൻ്റെ പേര് ഷീബ ജോസ്ഫൈൻ. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. പാലക്കാടിലെ കഞ്ചിക്കോട് എന്ന സ്ഥലത്തിലെ തിരുക്കുടുംബ ദേവാലയത്തിലെ അംഗമാണ്. എനിക്ക് ഏകദേശം 2013 തുടങ്ങി ആർത്രൈറ്റീസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. 2 മുട്ടിനും ആദ്യം ഒരു മുട്ടുവേദന തുടങ്ങി. പിന്നെ അങ്ങനെ പതുക്കെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതുടനെ മറ്റേ മുട്ടിനും വേദന തുടങ്ങി. അങ്ങനെ 1-2 കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും ആ വേദന ഒരുപാട് കൂടുതലാകാൻ തുടങ്ങി.
എന്നിട്ട് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, ഹോമിയോ ട്രീറ്റ്മെൻറ്റ്, അലോപ്പതി ട്രീറ്റ്മെൻറ്റ്, എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. എന്നാലും എനിക്കതിനൊരു പരിഹാരം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ സെക്കൻഡ് പ്രഗ്നൻസിയുമായി 2018. അപ്പോൾ പ്രഗ്നൻ്റ് ആയതിലും ഉപരി സന്തോഷമാണെങ്കിൽ പോലും ഭയങ്കര ഉത്കണ്ഠയായിരുന്നു. ഈ കുഞ്ഞിനെ ഞാൻ ഇത്രയും വേദനയോടുകൂടെ എങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളൊരു ഭയങ്കര ഉത്കണ്ഠയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡെലിവറി കഴിഞ്ഞ ഒരു 3 മാസം, കുഞ്ഞിന് 3 മാസമായ സമയത്ത് എൻ്റെ സിസ്റ്ററിൻലോ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 3 മാസത്തെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാനിവിടെ വന്നു. 2019 ഒക്ടോബറിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മെയിനായിട്ട് എൻ്റെ ആരോഗ്യ പ്രശ്നം എൻ്റെ ഒരു നിയോഗമായിരുന്നു. പിന്നെ ഞാൻ പോയി ചെന്ന ശേഷം ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ 2 മുട്ടുകൾക്കുള്ള വേദന എങ്ങനെ മാറിയെന്ന് എനിക്ക് എപ്പോൾ മാറി എങ്ങനെ മാറിയെന്ന് തന്നെ അറിയില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഈ മുട്ടിന് തീരെ വേദനയില്ലാതായി. എനിക്ക് മുട്ട് കുത്താനോ പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. പിന്നെ മറ്റൊരു നിയോഗം, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് പുതിയൊരു വീട് പണിയാനായിട്ടായിരുന്നു. അവർക്ക് വീട് പണിയാനായിട്ട് പഞ്ചായത്ത് ലോണ് ശ്രമിച്ചായിരുന്നു, അതേപോലെ ബാങ്ക് ലോണും ശ്രമിച്ചായിരുന്നു. അപ്പോൾ 2 രീതിക്കുള്ള ലോണും കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ ബാങ്ക് ലോണ് 2020 ബാങ്ക് ലോണ് ശ്രമിച്ചപ്പോൾ കിട്ടി. ഒരു 6-7 മാസം കൊണ്ട് തന്നെ വീട് പണിതെടുക്കാൻ സാധിച്ചു. പിന്നെ ഈ ഉടമ്പടിയിൽ വയ്ക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 2 വീലറും 4 വീലറും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുമായിരുന്നു, എനിക്ക് കിട്ടില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഞാൻ എന്തായാലും പ്രാർത്ഥനയോടുകൂടെ ചെന്ന് നോക്കാമെന്ന് വെച്ച് ഞാൻ പോയി. കുറച്ച് നാൾ തന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയുള്ളൂ. അപ്പോഴേക്കും ടെസ്റ്റിന് അപ്പിയർ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2 വീലറും 4 വീലറും ഡ്രൈവിംഗ് ലൈസൻസും കിട്ടി. അപ്പോൾ എനിക്ക് അനുഗ്രഹങ്ങൾ ഒരുപാടധികം മാതാവും യേശുവും തന്നിട്ടുണ്ട്. അതിനെല്ലാം കോടി നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് രജിത. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ബ്ലാത്താങ്കര ഫെറോനയിൽ വലിയവിള ഇടയിലെ അംഗമാണ്. 28 വർഷമായ അലർജി രോഗം മൂലമുള്ള ശ്വാസമുട്ട് എന്നിൽ നിന്നും പൂർണ്ണമായും മാറി. ക്ഷമ ലഭിച്ചു. ഒരിക്കലും മിണ്ടില്ല എന്ന് വിചാരിച്ച വ്യക്തികളോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുവാനുള്ള മനസ്സ് മാതാവ് നൽകി അനുഗ്രഹിച്ചു. എൻ്റെ ഭർത്താവിന് മഞ്ഞനോവും കരൾ രോഗവുമായിട്ടാണ് ഞങ്ങളിവിടെ രണ്ടാമത്തെ തവണ നേർച്ച സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ വന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ സൗഖ്യമുണ്ട്. അദ്ദേഹം ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്, സുഖമായിരിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 1-ാം മാസമാണ്. പിറ്റേ മാസം 22/2 രാവിലെ മാതാവിൻ്റെ ദർശനമുണ്ടായി. ഇവിടുന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുപോയ ഫോട്ടോ ഇവിടെ പുറകുവശം പ്രകാശം ചലിക്കുന്നതായിട്ടാണ് കണ്ടത്. അന്നേ ദിവസം തന്നെ, ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രകാരം പറയുകയുണ്ടായി, മാതാവിനെയോ മാലാഖമാരെയോ സ്വപ്നം കണ്ട 14 ആൾക്കാരുണ്ട്. അവർ ഇവിടെ വന്ന് യേശുവിൻ്റെ മഹത്വത്തിനായി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യണം, കർത്താവിൻ്റെ കരുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. മക്കൾ പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അവർ പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച ഈ കൃപയ്ക്ക് നന്ദി പറയുന്നു. നിരവധിയായ അനുഗ്രഹങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ നൽകിയത്.
എൻ്റെ അമ്മ ഒക്ടോബർ മാസം നട്ടെല്ല് തളർന്ന് കിടപ്പിലായി. ആ രാത്രി തന്നെ സ്ട്രോക്ക് സംഭവിച്ചു. കാണുന്നവരൊക്കെ രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് പൂർണ്ണമായും പറയുന്നത്. പക്ഷേ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. പൂർണ്ണ സൗഖ്യം ലഭിക്കുമ്പോൾ അമ്മയെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്നു.